ശബരിമല സ്വർണ്ണ കവർച്ച CPM നേതാവ് A. പത്മകുമാർ അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. 2019 ശബരിമലയിൽ നടന്ന തിരിമറിയെല്ലാം പ്രസിഡന്റായ പത്മകുമാറിന്റെ അറിവോടെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. രേഖകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിലെത്തിയതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. രാവിലെയാണ് CPM നേതാവ് കൂടിയായ പത്മകുമാർ ചോദ്യം ചെയ്യലിനായി SITക്ക് മുന്നിൽ ഹാജരായത്. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മുൻ ദേവസ്വം പ്രസിഡന്റ് N. വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാറിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് SIT വീണ്ടും നോട്ടീസ് നൽകുന്നത്. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട്. ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ ശുപാർശയിൽ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് സ്വർണം പതിച്ച പാളികൾ ചെമ്പത് രേഖപ്പെടുത്തി 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. മുരാരി ബാബു മുതൽ N. വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയതായാണ് സൂചന. N. വാസു ദേവസ്വം കമ്മീഷണറായിരിക്കുമ്പോൾ പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ N. വാസുവിനെ വ്യാഴാഴ്ച വൈകിട്ട് വരെ SIT കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നോമിനി തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയെന്നത് CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പത്മകുമാറിലെത്തിയ അറസ്റ്റും അന്വേഷണവും അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തുമോ എന്ന ആശങ്കയും CPMലുണ്ട്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമായതിനാൽ ഒരു രാഷ്ട്രീയ ഇടപെടലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. പിണറായി സർക്കാരിന്റെ കാലത്തെ 2 ദേവസ്വം പ്രസിഡന്റുമാരും അറസ്റ്റിലാണ്. മറ്റൊരു പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പേരിലും ആരോപണമുണ്ട്. ഇതെല്ലാം എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് CPM തലപോയിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ CPM നേതാവ് മുങ്ങി നടന്നതെന്ന ചോദ്യത്തിനും ഉത്തരമാവുകയാണ്. 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴും അസൗകര്യം പറഞ്ഞ പത്മകുമാർ ഒഴിവായിരുന്നു. ഇനിയും ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് പത്മകുമാർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്.